ഹലോ ഫ്രണ്ട്സ്, മഴതൊരു മുമ്പിലെ നാളത്തെ വിശേഷങ്ങളൊക്കെ ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഉറപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലിനെയും ബാലചന്ദ്രനും കൂടി ചെന്ന് കോടതിയിലേക്ക് പോവുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പം നമ്മുടെ ശരണേനെ ഒരു വാക്ക് അല്ല ഒരു നോട്ടം കാണുകയാണെന്നുണ്ടെങ്കിൽ അലീനയുടെ ഒരു നോട്ടം മതി ഒരു ധൈര്യം കൊടുത്ത്. അതത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിനക്ക് മനസാക്ഷി നിൻ്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതുപോലെ മനസാക്ഷിയോട് പെരുമാറുക, അല്ലെങ്കിൽ അതുപോലെ നിൻ്റെ മൊഴി പറയുക എന്നുള്ളതാണ് പറഞ്ഞത്. അല്ല വേറെ ക്യാൻവാസ് ഒന്നും നമ്മുടെ അലീന പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ വെച്ച് പേടിക്കാനില്ല, അങ്ങനെ മുമ്പോട്ട് പറയാന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു അത് അലീന ഓൾറെഡി ഇത് പറഞ്ഞത് ഇപ്പോൾ പറയുന്നതിന് മുമ്പ് തന്നെ ശരണയ്ക്ക് എന്തോ ഒരു മനസാക്ഷി തോന്നിയിട്ടുണ്ട്. ഇന്ന പോലെ രോഹിത് കുറ്റക്കാരനല്ല എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവളുടെ മനസ്സിൽ നിന്നും അവൾ ഒരു മനസ്സരിവുള്ള ഒരു കരുണയുള്ള പെണ്ണാണ്. നമ്മുടെ രോഹിത്തിന് ജാമ്യം കിട്ടും അല്ലെങ്കിൽ രോഹിത് കുറ്റവിമുക്തനാക്കും എന്നുള്ളൊരു തോന്നലിലാണ് നമ്മുടെ ഈ അലീന ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പം ആദ്യം പറഞ്ഞ് മോളെ നീ വരണ്ട പറഞ്ഞ അത് നമ്മൾ നാളെ ലാസ്റ്റ് കണ്ടതാണല്ലോ. അത് നീ വരണ്ടെന്നുള്ള ബാലചന്ദ്രൻ പറയണമെങ്കിൽ ഇല്ലച്ചാ ഞാൻ എൻ്റെ നോട്ടം മതി, കാരണം ഞാൻ ധൈര്യം കൊടുത്ത് പലരും അവളെ ക്യാൻവാൻസേനും പലരും അവളെ ഭീഷണിപ്പെടുത്താനൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വന്നേ മതിയാകത്തുള്ളൂ എന്നുള്ള രീതി പറഞ്ഞുകൊണ്ടാണ് അവർ ഇറങ്ങിത്തിരിക്കുന്നത്. പിന്നെ അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ നാളെ കാണിക്കുന്ന സീനിൽ നമ്മുടെ മനുവും ശിവശങ്കരനും കമലയും സംസാരിച്ചുകൊണ്ടിരിക്കുക. എടാ അവന് ജാമ്യം കിട്ടാൻ ചാൻസ് ഉണ്ടോ, അവന് രക്ഷപ്പെടുത്താൻ ചാൻസ് ഉണ്ടോ? അതായത് രോഹിത്തിനെ രോഹിത് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മോനെ കുറ്റക്കാരനല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തും നല്ലതാണ്. കാരണം അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അതെങ്ങനെ സംഭവിക്കും? അവൻ ഒരിക്കലും കുറ്റക്കാരനാകത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും നിരപരാധി ആകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവൾ കോടതിയിലേക്ക് ഡയറക്റ്റായിട്ടല്ല പോകുന്നത്. ആദ്യം അതിന് മുമ്പേ ഒരു തിരിച്ചറിയൽ പറയാനുണ്ട്. അതായത് അവളെ ആരൊക്കെയാണ് പീഡിപ്പിച്ചത്, ആരൊക്കെയാണ് അവളെ ഉപദ്രവിച്ചത്, എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ള രീതിയിലുള്ള വൾഗറായിട്ടാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി അവൾ അതിൽ നിന്ന് കറക്റ്റായിട്ട് ആൾക്കാരെ തിരിച്ചറിയും. 4 പേര് അല്ലെങ്കിൽ 10 പേര് ഒരുമിച്ച് നിർത്തും, കുറേ പേരെ വേറെ നിർത്തും. അതിൽ ഇതാരൊക്കെയാണ് ചെയ്തതെന്നുള്ള രീതിയിൽ അവർ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഈ 4 പേര് അവൾ പറഞ്ഞിരിക്കും. അല്ലെങ്കിൽ രോഹിത്തിനെ ഒഴിച്ച് ബാക്കി 3 പേര് പറയും എന്ന് മനു പറയുന്നുണ്ട്. അതെങ്ങനെ ശരിയാകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എങ്ങനെ ശരിയാകത്ത് കരഞ്ഞോ ഒന്നുമില്ല. അതായത് ഹരിയുടെ പേര് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കും. വേറൊന്നുമല്ല, ഈ 1 വർഷം മേലെ പ്രണയിച്ച് നടന്നതല്ലേ. ആ പ്രണയിച്ച് നടന്നത് അത് നിങ്ങളുടെ മാന് അതായത് ഹരിക്ക് ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ അവൻ സ്നേഹിച്ച പെണ്ണിനെ അവൻ സാധാരണ ഓരോരുത്തർ സ്വയം ഉപയോഗിക്കും. സ്വന്തം പെണ്ണുങ്ങളെയൊക്കെ പ്രേമിക്കുന്ന പെണ്ണിനെയൊക്കെ ഓരോരുത്തർ സ്വയം ഉപയോഗിച്ച് പിന്നെ യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിൽ കളയുക. പക്ഷേ നിങ്ങളുടെ മകൻ അങ്ങനെയല്ല കാണിക്കുന്നത്. അവൻ സ്വന്തം പ്രേമിച്ച പെണ്ണ് 1 വർഷം കൊണ്ട് നടന്ന പെണ്ണിന് 2 പേർക്ക് കാഴ്ചയും കൂടെ വെക്കുവാണ്. അപ്പോൾ അതിന് അവന് പ്രതിഫലം കിട്ടാതിരിക്കുമോ? അവൻ അതിനെ തിരിച്ചറിയുകയും ചെയ്ത് അവനതിന് പണി കിട്ടുകയും ചെയ്യും. അവന് നല്ല രീതിയിൽ ഒരു 10-14 വർഷത്തേക്കെങ്കിലും കുറഞ്ഞത് ശിക്ഷിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയും. പിന്നെ വേറെന്താ മാർഗമുള്ളത്? വേറെ എന്തെങ്കിലും മാർഗം കണ്ടെത്തണം. കാരണം ഇപ്പം കോടതിയിൽ നിന്ന് പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് അതായത് ഒന്ന് പൈസ കൊടുത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ തന്നെ അതിൻ്റെ മാർഗം കണ്ടെത്തണം. ഇപ്പം കോടതി വിധിച്ചു തന്നെ പിന്നെ അതിനൊന്ന് മാറ്റം വേറെ എന്തെങ്കിലും സ്വാധീനം ചെലുത്തണം എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവർ കോടതിയിലേക്ക് ഇവരെല്ലാവരും കോടതിയിൽ പോകുന്നുണ്ട്. ശരണയും ഫാമിലിയും അതുപോലെ മനു ഫാമിലി എല്ലാവരും കോടതി വരാതെ ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം ഒരു മൂലയ്ക്ക് ഒതുങ്ങി നിൽക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രനും അലീനയും. അതുപോലെ ഇതിപ്പോൾ നാളത്തെ കഴിഞ്ഞൊക്കെ ആയിട്ട് കാണിക്കുന്ന സിനിമകളായിരിക്കും. അത് കഴിഞ്ഞ് ബാലചന്ദ്രനും അലീനയെ കാണിക്കുന്നുണ്ട്. അതുപോലെ കമലയും ഫാമിലി മാനും ശിവശങ്കരനെ കാണിക്കുന്നുണ്ട്. പിന്നെ ശരണ്യ വരുമ്പോഴത്തേക്ക് തൻ്റെ മുഖമൊക്കെ മൂടി പൊതിച്ചാണ് വന്നേക്കുന്നത്. അവരുടെ കൂടെ തന്നെ കുറേ പാർട്ടിക്കാരും ഇവരെല്ലാം അതായത് മറ്റേ സംഘടനയുടെ ആൾക്കാരെല്ലാം ഉണ്ട്. അവർ വന്നു കഴിയുമ്പോഴത്തേക്ക് ശരണ്യയെ കാണുമ്പോൾ തന്നെ ആൾക്കാർ കൂവി കാറി അതുപോലെ മുദ്രാവാക്യം വിട്ട് അതായത് ശരണ്യയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കര രീതിയിൽ മുദ്രാവാക്യമൊക്കെ വിളിച്ച് നിൽക്കുകയാണ്. അതായത് ഈ നരാജകന്മാരെ അതായത് ഈ ഇവന്മാരെ നല്ല രീതിയിൽ ശിക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കര രീതിയിൽ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. അവരുടെ മധ്യയിൽ നിന്ന് ശരണ്യനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാൽ വകഞ്ഞ് മാറ്റിക്കൊണ്ട് അകത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അകത്തോട്ട് പോവുകയാണ്. അപ്പം ഈ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് അതായത് പത്രപ്രവർത്തകർ റിപ്പോർട്ടേഴ്സ് എല്ലാവരും ഉണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഭയങ്കര രീതിയിൽ തെക്കും തിരക്കിന് അത് ഓരോന്നൊക്കെ നമ്മുടെ ഇവിടുത്തെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ ശരണയടുത്ത്. പക്ഷേ ശരണയടുത്ത് ആരും ചോദിക്കുന്നതിന് മറുപടി പറയാത്തതുകൊണ്ട് അപ്പം ശരണടുത്ത് ഓരോരുത്തർ പത്രപ്രവർത്തകരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത്, ആരൊക്കെയാണ് പ്രതി, അങ്ങനെ എങ്ങനെയാണ് ചോദിക്കുന്നത്. അവരെല്ലാം പോലീസ് തട്ടിമാറ്റി കയറ്റിക്കൊണ്ട് പോവാണ്.
അതേ സമയത്ത് നമ്മുടെ 4 പ്രതികളെ കാണിക്കുന്നുണ്ട്. അതായത് ഹരിനെയും രോഹിത്തിനെയും മറ്റു രണ്ടുപേരെല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പം മറ്റേ 2 പ്രതികളുടെ വീട്ടുകാരെല്ലാം വരുന്നുണ്ട്. ഇവരെല്ലാം അവരുടെ വീട്ടുകാരെല്ലാം കരച്ചിലും പിഴിച്ചിലൊക്കെ തന്നെയാണ് അവരെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം ഈ 4 പ്രതികൾക്കാണ് അടിക്കൊണ്ട് അന്ന് ഞാൻ ആകെ വശങ്കെട്ട് നിൽക്കുവാണ് ഈ 4 പേരും. കാരണം കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ രോഹിത്തിന് അടി കിട്ടിയെന്ന് മിക്കവാറും. കാരണം പറഞ്ഞാൽ ഈ പോലീസുകാരിൽ CA SIയും കൂടി ചേർത്താണ് ഇവിടുത്തെ നമ്മുടെ ശരണ്യ അടുത്ത് പറഞ്ഞത്, നീ അവനെതിരെയും കൂടെ കേസ് കൊടുക്കണം, അപ്പോഴേ ഈ കേസ് കൂടുതൽ ശക്തമാകത്തുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു വാക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയും അതിൻ്റെ അകത്തുനിന്ന് അതായത് അവനെ അതുകൊണ്ട് മാത്രമാണ് ഇവനെ ഉൾപ്പെടുത്താൻ വേണ്ടി പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ജയിലിൽ കിടന്നപ്പോൾ തന്നെ പോലീസുകാരെ നല്ല രീതിയിൽ പിശുരിക്ക് പെരുമാറിയത്. ഇവിടെ അത് കാലിൻ്റെ ഒക്കെ നടക്കാൻ പോലും വരുന്നത്, മുട്ടൊക്കെ നല്ല പൊട്ടിയിട്ടുണ്ട്, ക്ലിയറായിട്ട് കാണാൻ പറ്റും. അന്ന് മുട്ട് പൊട്ടിയെന്നല്ല, നടക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലാണെന്ന്. അപ്പോൾ അത് സാധാരണ പ്രതികളെ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ കോടതി ശിക്ഷിക്കാൻ പറഞ്ഞാൽ അടിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള പ്രതികളെ അടിക്കാണ്ടിരുന്നാൽ തന്നെ കുറ്റമാണെന്നുള്ള രീതിയിൽ തന്നെ ജഡ്ജിമാർ വരെ പറയും. അപ്പോൾ അത്രമാത്രം നല്ല രീതിയിൽ ഒരു വലിയ നിങ്ങൾക്കറിയാമല്ലോ. കാരണം നിരപരാധിയായ ഒരു പാവപ്പെട്ട പെണ്ണിനെ അത്ര ക്രൂരമായി പീഡിപ്പിച്ച ഇവന്മാരെ പിന്നെ എന്ത് ചെയ്യും പോലീസുകാർ? അത്ര രീതിയിൽ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം നടന്നു വരുന്ന സീനൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചേംബറിൽ കയറ്റി നിർത്തി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിപ്പം നാളത്തെ കഴിഞ്ഞായിട്ട് നമുക്ക് ഈ സീൻ കാണാൻ പറ്റും. കയറ്റി നിർത്തി കഴിയുമ്പോഴത്തേക്ക് ശരിക്കും അലീനെ നമ്മൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ശരണ്യ കയറി വരുമ്പോഴത്തേക്ക് അലീനെ ഒരു നോട്ടം നോക്കുന്നു. അലീനെ നോക്കുമ്പോഴത്തേക്ക് തന്നെ ഈ അലീന കൈകൊണ്ട് ഇങ്ങനെ അതൊന്ന് നെഞ്ചത്ത് കൈ വെച്ചിട്ട് ഒന്നും പേടിക്കേണ്ട, എല്ലാം ധൈര്യത്തോടെ നീ സംസാരിച്ചോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം ഇവിടെ പുറകെ ഇങ്ങനെ നിൽക്കുക. കാരണം നിനക്ക് ആനുകൂല്യം കിട്ടത്തില്ല, അല്ലെങ്കിൽ കാശ് കിട്ടത്തില്ല, മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കിട്ടത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഒരു ചിന്താഗതിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കാരണം ഞാൻ കാരണം എൻ്റെ കുടുംബത്തിന് കിട്ടാനുള്ള നന്മകൾ പോകുമോ എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി എല്ലാം നമ്മുടെ ശരണ്യയുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും തന്നെ ജീവിതത്തിലേക്ക് കയറ്റിക്കൊണ്ട് വന്നിട്ടൊരു പെണ്ണാണ് അലീന എന്നുള്ള ചേച്ചി. അപ്പോൾ അലീന ചേച്ചി പറയുന്നത് നമ്മൾ കൈക്കൊള്ളണം. ഇതിലെല്ലാവരും കൺഫ്യൂഷൻ മോഡിൽ നിൽക്കുവാണ് നമ്മുടെ ഈ ശരണ്യ. അപ്പം ഇതെല്ലാം നാളെ മൊഴി മാറ്റി പറഞ്ഞു രോഹിത് നേരത്തെ പറഞ്ഞ മൊഴി എന്ന് പറയുമ്പോൾ 4 പേരും കുറ്റക്കാരാണ്. ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നുള്ള സീനൊക്കെ നമുക്ക് നാളത്തെ കഴിഞ്ഞിട്ടുള്ള നാളത്തെ കഴിഞ്ഞിട്ടുള്ള സീനുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വൈജിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനിയിപ്പം മാഡം തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ സ്ഥാനം ഉണ്ടാകത്തില്ല, അച്ഛൻ അല്ലെങ്കിൽ മാഡം ഈ 2 പേരിൽ ഒരാളെ ഇവിടെ കാണത്തുള്ളൂ എന്നുള്ള രീതിയിലെല്ലാം നമ്മുടെ അലീന പറയുന്നുണ്ട്. ആ സീൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം എന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള സ്ഥാനം തിരിച്ച് കിട്ടിയാൽ മാത്രമല്ലേ, അല്ലെങ്കിൽ മകൾ എന്ന് പറഞ്ഞ വ്യക്തിയെ എന്നെ തിരിച്ചറിഞ്ഞാൽ മാത്രമല്ലേ എൻ്റെ അമ്മയ്ക്ക് എന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നില്ല, ഒന്നുമില്ല. പക്ഷെ അവർ തിരിച്ചറിയുന്ന കാലം ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ വൈജിയെക്കുറിച്ച് അലീന പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇതൊക്കെ കോർത്തിണക്കിയ ഒരു നല്ലൊരു അടിപൊളി വിശേഷമാണ്. 2 ദിവസത്തേക്ക് എനിക്ക് നാളത്തെ കഴിഞ്ഞിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാൻ വരുന്ന വിശേഷങ്ങളൊന്നും നിങ്ങൾ മിസ് ഔട്ട് ആക്കരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാനൽ വീഡിയോ ഇടുന്നതാണ്. അപ്പം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ എല്ലാം സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.